ഉമൈദ് ഭവനിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ജോധ്പൂരിനടുത്തുള്ള മണ്ഡോറിലെ ചരിത്രപ്രസിദ്ധമായ പഞ്ചകുണ്ട് ഛത്രിയിലേക്ക് പോവുകയാണ്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടേക്കുള്ള സന്ദർശന സമയം. ഉമൈദ് ഭവനിൽ നിന്നും 16 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഞങ്ങളൊരു ടാക്സി പിടിച്ചു സ്ഥലത്തെത്തി. 320 രൂപയാണ് വാഹന വാടകയായത്. ജോധ്പൂരിലെ മാർവാർ രാജാക്കന്മാരുടെയും റാണിമാരുടെയും മറ്റ് രാജകുടുംബാംഗങ്ങളുടെയും ഓർമ്മയ്ക്കായി നിർമ്മിച്ച പ്രത്യേക സ്മാരക മന്ദിരങ്ങളുടെ ഒരു കൂട്ടമാണ് ഇവിടെയുള്ളത്. ചുവന്ന മണൽക്കല്ലിൽ തീർത്ത തൂണുകളും താഴികക്കുടങ്ങളോടും കൂടിയ ചെറുതും വലുതുമായ സ്മാരക മന്ദിരങ്ങൾ. പല ഛത്രികളും കാണുമ്പോൾ ചെറിയ ഹൈന്ദവ ക്ഷേത്രങ്ങളാണെന്ന് തോന്നിപ്പിക്കും. സ്തംഭങ്ങളിലും മേൽക്കൂരയിലും പുരാണ കഥകളിലെ രംഗങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. കൂടാതെ പൂക്കളുടെയും മൃഗങ്ങളുടെയും മറ്റ് ജ്യാമിതീയ രൂപങ്ങളുടെയും കൊത്തുപണികൾ കൂടി നമുക്ക് കാണാം. മാർവാർ രാജാക്കന്മാർ സൂര്യവംശജരായതിനാൽ പല സ്മാരകങ്ങളിലും സൂര്യന്റെ രൂപങ്ങളും നമുക്ക് കാണാൻ കഴിയും. രാജാക്കന്മാർക്കു വേണ്ടി മണ്ഡോർ ഗാർഡനിൽ വലിയ സ്മാരകങ്ങൾ പണിതിട്ടുണ്ടെങ്കിലും പഞ്ചകുണ്ട് പ്രധാനമായും രാജകുടുംബത്തിലെ സ്ത്രീകളുടെയും മറ്റു പ്രശസ്തരുടെയും സ്മരണയ്ക്കായിട്ടുള്ളതാണ്. ഏകദേശം 46ഓളം ഛത്രികളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓരോ ഛത്രിയിലും അതാത് കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന വാസ്തുവിദ്യാ ശൈലികൾ കാണാനാകും. ചിലത് ലളിതമായ 4 തൂണുകളോടുകൂടി പരന്ന മേൽക്കൂരയുള്ളതാണ്. ചിലതാകട്ടെ 8ഓ അതിലധികമോ തൂണുകളോടും താഴികക്കുടങ്ങളോടും കൂടിയതാണ്. ചിലതിൽ പ്രത്യേകമായ ഒരു കൊത്തുപണികളും കാണാനില്ല. എന്നാൽ ചില ഛത്രികൾ പ്രൗഢമായ മിനിയേച്ചർ കൊത്തുപണികളോട് കൂടിയ വലിയ നിർമ്മിതികളാണ്. ഇവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരവും വലുതുമായ ഛത്രി മഹാറാണി സൂര്യകഖാർജിയുടെ സ്മാരകമാണ്. നിറയെ കൊത്തുപണികളോടുകൂടിയ മനോഹരമായ ഒന്നാണത്. ഈ സ്മാരകങ്ങളിൽ മിക്കതിലും പ്രത്യേക ലിഖിതങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ ഇവിടെയുള്ള ഈ ഛത്രികൾ ഓരോന്നും ആരുടെ സ്മരണയ്ക്കായി നിർമ്മിക്കപ്പെട്ടതാണെന്ന് കൃത്യമായി പറയാൻ സാധിച്ചിട്ടില്ല. പഞ്ചകുണ്ട് ഛത്രിയും തൊട്ടടുത്തുള്ള മണ്ഡോർ ഗാർഡനും സിനിമാ നിർമ്മാണക്കാർക്കിടയിൽ പ്രസിദ്ധമാണ്. ഗുലാമി, തേരേ നാം, ഹം സാത്ത് സാത്ത് ഹൈ, മണികർണിക തുടങ്ങി നിരവധി സിനിമകളുടെ പാട്ട് രംഗങ്ങളും മറ്റു ഭാഗങ്ങളും ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പഞ്ചകുണ്ട് ഛത്രിയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. ചരിത്രപ്രേമികൾക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും സന്ദർശിക്കാവുന്ന മനോഹരമായ ഒരിടമാണിവിടം. ഇവിടെ സന്ദർശനത്തിനായി വരുന്നവർ നിശ്ചിത തുകയും സമയവും പറഞ്ഞുറപ്പിച്ച് വന്ന വണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇത് തിരക്ക് കുറഞ്ഞൊരു പ്രദേശമായതിനാൽ തിരിച്ചു പോകാൻ വാഹനം കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ജോധ്പൂരിന്റെ തിരക്കുകളിൽ നിന്നും മാറി ചരിത്രത്തിന്റെ മറവിൽ മയങ്ങുന്ന ഒരു രാജകീയ ശ്മശാനം, നിഗൂഢതകളുടെയും പ്രൗഢിയുടെയും ഒരത്ഭുതം. പഞ്ചകുണ്ട് ഛത്രി. മനോഹരമായ ക്ഷേത്രങ്ങളുടെയും സ്മാരകങ്ങളുടെയും ശേഖരങ്ങളുള്ള മണ്ഡോർ ഗാർഡനിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. മണ്ഡോർ ഗാർഡനിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രകൾ തുടരുകയാണ്.